സാന്ദ്രാനന്ദപയോദസൗഭഗതനും പീതാംബരം സുന്ദരം പാണോ ബാണരസായനം കടിലസത്തൂണീരഭാരം വരം രാജീവായതലോചനം ധൃതജടാചൂടേന സംശോഭിതം സീതാലക്ഷ്മണസംയുതം പഥിഗതം രാമാഭിരാമം ഭജേ. നാന്യാ സ്പൃഹാ രഘുപതേ ഹൃദയേ സ്മദീയേ സത്യം വദാമി ച ഭവാനഖിലാന്തരാത്മാ ഭക്തിം പ്രയച്ഛ രഘുപുങ്കവനർഭരാം മേ കാമാദിദോഷരഹിതം കുരു മാനസം മേ. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയന്തു വേണം. ബലമാണ് ബാലി തുടരുന്നു. രാമകഥാമൃതത്തിൻ്റെ 12ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ആത്മവിശ്വാസത്തിൻ്റെ പര്യായമാണ് ബാലി എന്ന് പറഞ്ഞുവല്ലോ. ബാലിക്ക് അച്ഛൻ ഒരു വരം കൊടുത്തിരുന്നു. ബാലിയുടെ അച്ഛൻ ഇന്ദ്രനാണെന്ന് നമുക്കറിയാം. ഇന്ദ്രൻ കൊടുത്ത വരം ഇങ്ങനെയായിരുന്നു: യുദ്ധത്തിൽ തൻ്റെ ശത്രുവിൻ്റെ അർദ്ധശക്തി കൂടി ബാലിക്ക് ലഭിക്കുമെന്നായിരുന്നു ആ വരം. ഒന്നൊന്നര ബാലി, ഒരു ബാലി തന്നെ ശത്രുവിന് ബാലികേറാമലയാണ്. എന്താണ് ഈ വിചിത്ര വരത്തിൻ്റെ പൊരുൾ? ശാരീരികമായ കരുത്ത് മാത്രമല്ല ബാലിയുടെ ബലം, ബാലിയുടെ കരുത്ത് മാനസികം കൂടിയാണ്. അതാണ് ആ അർദ്ധശക്തി. ശത്രുവിൻ്റെ മേൽ ശാരീരിക കരുത്താർജിക്കുമ്പോൾ തന്നെ ബാലിയിലെ മാനസികോർജവും വർദ്ധിക്കുന്നു, ഇരട്ടിയായി വർദ്ധിക്കുന്നു. എന്തുകൊണ്ട്? യുദ്ധം അയാൾക്ക് എന്നും ഒരു ലഹരിയായിരുന്നു. ഓരോ പോരിലും ശത്രുവിൻ്റെ മരണം ബാലിയുടെ ഞരമ്പുകളിൽ ഉത്സവങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഓരോ വിജയവും ബാലിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. ശത്രുവിൻ്റെ പാതിബലം ശത്രുവിനുമേൽ ബാലി സ്വയം ആർജിച്ച മാനസികോർജമായിരുന്നു. യുദ്ധം ഉത്സവമാക്കിയ ഒരു ഉന്മാദിക്ക് അത് കഴിയും. എന്നാൽ അതേ ബാലിയിൽ തന്നെയാണ് രാമനോടുള്ള ഭക്തി ആദരപുരസ്സരമായ ദാസ്യഭാവവും വിനീതമായി തെളിയുന്നത്. ആ ദാസ്യത്തിൽ പോലും അയാൾ ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ്. രാമനോളം ഭക്തി മറ്റാർക്കുമില്ല, തന്നോളം ഭക്തി രാമനോട് വേറെ ആർക്കുമില്ല. എത്ര നിഷ്കളങ്കവും നിഷ്കാമവുമാണ് ബാലിയുടെ ഭക്തി. ബാലി താരയോട് രാമനെക്കുറിച്ച് പറയുന്ന സ്നേഹവാക്യങ്ങൾ രാമായണത്തിൽ ആരും പറയുന്നില്ല എന്നതും സ്മരണീയമാണ്. രാമഭക്തിയുടെ പേരിലുള്ള ബലിയാണ് ബാലി. രാമനായിരുന്നു സുഗ്രീവന് പിന്നിലെന്ന് ബാലി കണ്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാൾ സുഗ്രീവനോടുള്ള യുദ്ധവും ഉപേക്ഷിച്ചേനെ. അല്ലെങ്കിൽ സുഗ്രീവനെ യുദ്ധത്തിന് അയക്കുന്നതിന് മുമ്പേ രാമന് ബാലിയോട് യഥാർത്ഥ വസ്തുതകൾ പറയാമായിരുന്നു. പരമഭക്തനായ ബാലിയുണ്ടോ ഭഗവാന്റെ വാക്കുകൾ അവഗണിക്കുന്നു? അപ്പോൾ എവിടെയാണ് ബാലിയുടെ മരണം അനിവാര്യമായി തീരുന്നത്? തൻ്റെ മരണത്തിൻ്റെ അവിശ്വസനീയതയിൽ വിസ്മയിച്ച് ബാലി ചോദിക്കുന്നത് ശ്രദ്ധിക്കുക. സീതയെ വീണ്ടെടുക്കാനായിരുന്നു സുഗ്രീവ സഖ്യമെങ്കിൽ
ലങ്ക സ്ഥിതി ചെയ്യുന്ന ത്രികൂടപർവ്വതത്തെ ചുവടോടെ കുത്തിയെടുത്ത് അരനാഴിക നേരം കൊണ്ട് ഞാൻ അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ചേനെ എന്നാണ് ആ ചോദ്യം. വേദനയും രോഷവും കൊണ്ട് വീഴുന്ന കണ്ണുനീർ, വേദനയും രോഷവും കൊണ്ട് നീറുന്ന ഒരു ഭക്ത മനസ്സാണവിടെ ബാലിയെ കൊണ്ട് ഈ ചോദ്യം ചോദിപ്പിക്കുന്നത്. എന്തായാലും ബാലിയുടെ ബലമായിരുന്ന മുഴുവൻ ആത്മവിശ്വാസവും രാമനാൽ തകർക്കപ്പെടുകയാണ്. ബാലിവധത്തിന് രാമൻ പറയുന്ന യുക്തി ഇങ്ങനെയാണ്. അധർമ്മിഷ്ഠനായതിനാലാണ് ബാലിയെ കൊന്നത്. അനുജന്റെ ഭാര്യയെ പരിഗ്രഹിക്കാൻ ശ്രമിക്കുന്നവൻ പാപിയാണ്. ഇവിടെ രണ്ട് ചോദ്യം പ്രസക്തമാകുന്നു. അധർമ്മിഷ്ഠനായവരെ മുഴുവൻ രാമന് വധിക്കാൻ കഴിഞ്ഞു. ബാലി രാമനോട് ഏറ്റുമുട്ടിയ അധർമ്മിയല്ല. ബാലിയെ രാമാജ്ഞപ്രകാരം സുഗ്രീവൻ അങ്ങോട്ട് കയറി ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ ധർമ്മ സംരക്ഷണാർത്ഥമല്ല രാമൻ ബാലിയെ കൊന്നത്. ഒരധർമ്മിയെയും തേടി രാമൻ അങ്ങോട്ട് പോയി വധിച്ചിട്ടില്ല. തൻ്റെ നേരെ അധർമ്മം കാട്ടിയവരെ മാത്രമേ രാമൻ വധിച്ചിട്ടുള്ളൂ, ബാലി ഒഴികെ. രണ്ടാമത്തേത്, അനുജന്റെ ഭാര്യയെ പരിഗ്രഹിച്ചതാണ് ബാലിയുടെ തെറ്റെങ്കിൽ അതിനേക്കാൾ വലിയ പാതകമാണ് സുഗ്രീവൻ പിന്നീട് ജ്യേഷ്ഠ ഭാര്യയായ താരയോട് ചെയ്തത്. സ്വന്തം ജ്യേഷ്ഠത്തിയെയാണ് സുഗ്രീവൻ പരിഗ്രഹിച്ചത്. ജ്യേഷ്ഠത്തി അമ്മയ്ക്ക് തുല്യയാണ്. പുത്രീ ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമത് എന്ന് രാമൻ തന്നെ പറയുമ്പോൾ സുഗ്രീവൻ എന്തുകൊണ്ട് വധ്യനാകുന്നില്ല? ഇവിടെ പലരും പലതരത്തിലുള്ള വാദഗതികൾ അതിനെപ്പറ്റി പറയുമ്പോൾ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി പറയുന്നത് ഇപ്രകാരമാണ്. ബാലിയെ കൊന്നത് ന്യായത്തിൻ്റെ ദൃഷ്ടിയിൽ തെറ്റാണ്. സത്യവും ന്യായവും വിരുദ്ധമായി തീർന്ന് ഒന്നിനെ തള്ളിക്കളയേണ്ടി വരുമ്പോൾ ന്യായത്തെയാണ്, സത്യത്തെയല്ല തള്ളിക്കളയേണ്ടത്. അതാണ് ശ്രീരാമൻ ചെയ്തത്. അതിനെയാണ് 2-4 വാക്കുകളെ കൊണ്ട് ബോധ്യപ്പെടുത്തിയതും വിവേകശാലിയായ ബാലിക്കത് ബോധ്യമായി പിന്നീട് ഒരു അക്ഷരവും മിണ്ടിയതുമില്ല. സ്വാമിജിയുടെ ഈ വാദം പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയില്ല. ബാലി നിശബ്ദനായത് ഭഗവാനോട് തർക്കിക്കുന്നതിലെ അനൗചിത്യമോർത്തിട്ടാണ്. ബാലിയുടെ ഭക്തി പ്രകർഷതയാണ് അയാളെ നിശബ്ദനാക്കിയത്. മാത്രവുമല്ല, വിവേകശാലിയാണ് ബാലി എന്ന് പറഞ്ഞ സ്വാമിജി ബാലി സുഗ്രീവ യുദ്ധത്തിൻ്റെ താത്വിക സ്വരൂപത്തെ വീക്ഷിക്കുമ്പോൾ ബാലി അവിവേകത്തെയും സുഗ്രീവൻ വിവേകത്തെയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് വൈരുദ്ധ്യമുണ്ട്. വിവേകത്തെയും അവിവേകത്തെയും തിരിച്ചറിയാൻ വിഷമമാണെന്ന് പറയുന്നതിലും യുക്തിയില്ല. വിവേക അവിവേകങ്ങളെ തിരിച്ചറിയാൻ ജ്ഞാനസ്വരൂപനായ ഭഗവാനെ ഒരടയാളം വേണമെന്ന് പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ല. മാത്രവുമല്ല, വിഷയേച്ഛയുണ്ടാകുക അവിവേകത്തിലാണെന്നും ഈശ്വര അർപ്പണബുദ്ധി വിവേകത്തിലുണ്ടാകുമെന്നും പറയുമ്പോൾ വിവേകത്തിൻ്റെ പ്രതീകമായ സുഗ്രീവൻ ഏത് കാര്യത്തിലാണ് ഈശ്വര അർപ്പണബുദ്ധി കാട്ടിയത്? സ്വരാജ്യവും ഭാര്യയും വീണ്ടെടുക്കലായിരുന്നു സുഗ്രീവന്റെ ലക്ഷ്യം. രണ്ടും നേടിക്കഴിഞ്ഞപ്പോൾ വിഷയേച്ഛയോടുകൂടി അയാൾ താരയെ സ്വന്തമാക്കുകയും ചെയ്തു. പ്രണവമാണ് താര. പ്രണവോപാസനം വിവേകിക്കേ പാടുള്ളൂ എന്നും അവിവേകിയായ ബാലിയിൽ താര ശോഭിക്കില്ല എന്നും സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി സുഗ്രീവന്റെ താരാപരിഗ്രഹണത്തെ ന്യായീകരിക്കുന്നു. ഇതൊരു വ്യാഖ്യാനം മാത്രമാണ്. താര പഞ്ചകന്യകകളിൽ ഒരാളാണ്.
കന്യകയെന്നാൽ കല്യാണം കഴിക്കാത്തവളെന്നല്ല, ചാരിത്ര ശുദ്ധിയുള്ളവളാണെന്ന് അർത്ഥം. താര പ്രണവവും ബാലി അവിവേകിയുമായിരുന്നെങ്കിൽ ആ വിവാഹമേ നടക്കാൻ പാടില്ലായിരുന്നു. വിവാഹാനന്തരം അവർ അതിസന്തുഷ്ടരായി ദാമ്പത്യ ജീവിതം നയിക്കുകയും അംഗദൻ എന്ന പുത്രൻ പിറക്കുകയും ചെയ്തു. തൻ്റെ ഭാര്യയെ ബാലി സ്വന്തമായി കണ്ടെങ്കിൽ ബാലിയുടെ ഭാര്യയെ താനും സ്വന്തമാക്കുന്നതിൽ എന്താണ് തെറ്റെന്ന ശരീര അഭിമാനവും അവിവേകവുമാണ് സുഗ്രീവനെ താരാപരിഗ്രഹണത്തിലേക്ക് നയിച്ചത്. തൻ്റെ മകന് സുഗ്രീവനാൽ അപകടം പിണയുമെന്ന ആശങ്ക കൊണ്ടാണ് മരണസമയത്ത് സുഗ്രീവനെയും അംഗദനെയും ഒരുപോലെ കാണണമെന്ന് ബാലി ശ്രീരാമനോട് അഭ്യർത്ഥിച്ചത്. സഹോദര ഭാര്യമാർക്ക് ശ്രേഷ്ഠമായ സ്ഥാനം വാനര സമൂഹത്തിൽ കൽപ്പിച്ചിരുന്നില്ല എന്ന് വേണം ഇതുകൊണ്ട് മനസ്സിലാക്കാൻ. യഥാർത്ഥത്തിൽ ബാലി അറിയുന്നില്ല സുഗ്രീവനെ രാജാവാക്കാൻ വേണ്ടിയായിരുന്നു തൻ്റെ മരണമെന്ന്. മരണമെടുത്തപ്പോഴും ബാലി ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ. ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാനിത്തം മമാപരാധം ക്ഷമിക്കേണമേ. ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിൻ തിരുവടി നിർണയം. ഞാനറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടുമെന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. എന്നോടു തുല്യബലവാകുമംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. അർക്കതനയനും അംഗദബാലനുമൊക്കെ ഒക്കുമെനിക്കെന്നു കൈക്കൊള്ളുക വേണമേ. അമ്പും പതിച്ചു തൃക്കൈ കൊണ്ടടിയനെ അൻപോടുമെല്ലേ തലോടുകയും വേണം എന്നതു കേട്ടു രഘൂത്തമൻ ബാണവും ചെന്നു പതിച്ചു തലോടിനാൻ മെല്ലവേ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ആ ബാലിയെ തലോടിക്കൊണ്ട് ബാലിക്ക് മോക്ഷം കൊടുക്കുന്നു. തൻ്റെ മരണശേഷം ഇത്രയും ആസൂത്രിതമായ വധാനന്തരം തൻ്റെ മകൻ്റെ ഭാവി അപകടത്തിലാകുമെന്ന് ബോധ്യമുള്ള ഒരു പിതാവിൻ്റെ അഭ്യർത്ഥനയാണ് നമ്മൾ മുകളിൽ കേട്ടത്. സുഗ്രീവനെയും അംഗദനെയും രാമൻ ഒരുപോലെ കരുതണമെന്നാണ് ബാലി പറയുന്നത്. സുഗ്രീവനോടുള്ള രാമസമീപനം ബാലിക്കറിയാം. ആ സമീപനം തൻ്റെ മകന് സഹായകമാകണമെന്നാണ് ബാലിയുടെ അപേക്ഷ. കിഷ്കിന്ധാകാന്ഡത്തിലെ 100-ൽ താഴെ പദ്യങ്ങളിലെ രാമായണത്തിലെ ബാലി സാന്നിധ്യമുള്ളൂ. എങ്കിലും എത്ര ഉജ്ജ്വലമായി തൻ്റെ സാന്നിധ്യവും വ്യക്തിത്വവും പ്രകടിപ്പിച്ചിട്ടാണ് ആ കരുത്തൻ മറയുന്നത്. എഴുത്തച്ഛൻ്റെ ഭാഷ മാരകശേഷിയുള്ള സംഹാരരൂപമായി പ്രാപിക്കുന്നത് ബാലി സുഗ്രീവ സംഗ്രാമത്തിലാണ്. ഭാഷയുടെ ഘടന തന്നെ അസാമാന്യമായ മുഴക്കത്തിൻ്റെയും താളക്കത്തിൻ്റെയും രൗദ്രഭാവം സംവഹിക്കുന്നു. ബലമാണ് ബാലി. ഒരു വ്യക്തിയുടെ ശാരീരികവും മാനസികവുമായ കരുത്തിൻ്റെ പ്രതീകമാണ് ബാലി. ബാലികേറാമല എന്ന പ്രയോഗം ശ്രദ്ധിക്കുക. ബാലിക്ക് സാധിക്കാത്തത് ബാലി പ്രവേശനം തടയുന്ന ഒന്നേ ഭൂമിയിലുള്ളൂ. അതൊരു പ്രയോഗം മാത്രമല്ല, ബാലികേറാമല ഒരു പ്രതീകം കൂടിയാണ്. അസാധാരണമായ ആത്മവിശ്വാസത്താൽ വിശ്വം കീഴടക്കാൻ പോകുന്ന അജയ്യനായ ഒരാളുടെ കരുത്തിൻ്റെ ധ്വന്യാത്മക പ്രതീകമാണത്. രാമായണം മുഴുവൻ വായിച്ചു കഴിയുമ്പോഴും ബാലി ഒരു പിടച്ചിലായി മനസ്സിൽ ഉടക്കിക്കിടക്കും. രാമൻ്റെ കൂടെ ബാലി കൂടി ഉണ്ടായിരുന്നെങ്കിലെന്ന് ഏത് രാമപക്ഷകാരനും ചിന്തിച്ചു പോകുന്ന ബലവത്തായ ഒരു ദുഃഖ സാന്നിധ്യമായി ബാലിയുടെ കഥ അവശേഷിക്കുന്നു. രാമായണത്തിലെ ഏറ്റവും മുഴക്കമുള്ള ഒരു ശബ്ദമായി ബാലി മാറുന്നു. ശത്രു പോലും നമിച്ചു പോകുന്ന ആത്മബലത്താൽ അതിരുകളെ ഭേദിച്ചവൻ. അകാരണമായി വധിക്കപ്പെടുമ്പോൾ ചില സന്ദേഹങ്ങൾ രാമായണത്തെ സംബന്ധിച്ചും ഉയർന്നു വരാം. കഥ രാഘവീയമായതിനാൽ ചില ചോദ്യങ്ങൾ ചോദ്യങ്ങളായി തന്നെ ഇന്നും നിലനിൽക്കുന്നു. ബാലിയുടെ ആത്മവിശ്വാസമാകുന്ന ബലത്തെ ശക്തമാക്കിക്കൊണ്ട് നമുക്കും മുന്നേറാം.
എല്ലാവർക്കും നമസ്കാരം.